പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള സിപിഎം സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് സമാപിച്ചു. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാടിന്റെ താൽപര്യങ്ങളെ ഹനിക്കുന്ന തരത്തിൽ ഒരു നിക്ഷേപങ്ങളും ഉണ്ടാകില്ലെന്ന് പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. 10,000 പങ്കെടുത്ത റെഡ് വോളണ്ടിയർ മാർച്ച് നഗരത്തെ ആവേശക്കടലാക്കി. ഈ റിപ്പോർട്ടിലേക്ക് മടങ്ങിയെത്താം. കേരളത്തിൽ സിപിഎമ്മിനെ നയിക്കാൻ വീണ്ടും എം.വി. ഗോവിന്ദൻ. പിണറായി വിജയനെ മുൻനിർത്തി സിപിഎം മൂന്നാം ഭരണത്തിനായി കച്ചമുറുക്കുമ്പോൾ പാർട്ടിയുടെ അമരത്ത് എം.വി. ഗോവിന്ദൻ മതിയെന്ന് സംസ്ഥാന സമ്മേളനം തീരുമാനമെടുത്തിരിക്കുന്നു. വ്യക്തിപരമായ വിമർശനം വരെ ഉൾക്കൊള്ളാൻ തയ്യാറായി സംസ്ഥാന സെക്രട്ടറി പദത്തിൽ തുടരുമ്പോൾ ഗോവിന്ദൻ മാഷ് എന്ന കണ്ണൂർ സഖാവിന്റെ നിലപാടുകളിൽ എത്രത്തോളം കാർക്കശ്യമുണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. കോടിയേരി ബാലകൃഷ്ണന്റെ വിയോഗത്തെ തുടർന്ന് 2022 ഓഗസ്റ്റ് 28 സംസ്ഥാന സെക്രട്ടറി പദം ഏറ്റെടുക്കുമ്പോൾ എം.വി. ഗോവിന്ദൻ സംസ്ഥാന എക്സൈസ് തദ്ദേശ വകുപ്പ് മന്ത്രിയായിരുന്നു. മന്ത്രി പദവി രാജിവെച്ച് എം.വി. ഗോവിന്ദൻ തന്നെ പാർട്ടി സെക്രട്ടറി ആയാൽ മതിയെന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്ന് തീരുമാനിക്കുകയായിരുന്നു. മുഖ്യമന്ത്രിയുടെ പിന്തുണ ഇക്കാര്യത്തിൽ എം.വി. ഗോവിന്ദനുണ്ടായിരുന്നു. അപ്പോഴും എം.എൽ.എ. പദവി ഒഴിയാൻ തയ്യാറാകാതിരുന്നതും ശ്രദ്ധേയമായിരുന്നു. ഈ 2.5 വർഷവും പാർട്ടിയെ നയിച്ചപ്പോൾ നേരിട്ടത് നിരവധി വെല്ലുവിളികളാണ്. കോടിയേരി ബാലകൃഷ്ണൻ എന്ന നേതാവിന്റെ പ്രായോഗിക രാഷ്ട്രീയ നിലപാടുകളും നേതൃപാഠവും എത്ര കണ്ട് പ്രാവർത്തികമാക്കാൻ പിൻഗാമിയായ എം.വി. ഗോവിന്ദന് കഴിഞ്ഞു എന്നത് ഏറ്റവും വലിയ താരതമ്യമായി പലരും ഉയർത്തിക്കാട്ടി. നിർണായക ഘട്ടങ്ങളിൽ കർക്കശമായ നിലപാട് സ്വീകരിക്കാൻ കഴിയാതെ പോയപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ പോരായ്മയായി വിലയിരുത്തപ്പെട്ടു. വിവാദ വിഷയങ്ങളിലെ പ്രതികരണങ്ങളും പലപ്പോഴും പാർട്ടിയെ പ്രതിരോധത്തിലാക്കി. സംസ്ഥാന സെക്രട്ടറിയായി ചുമതലയേറ്റ ശേഷം നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെയും ഉപതെരഞ്ഞെടുപ്പുകളിലെയും കനത്ത തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കരുത്തനായ നേതാവിന്റെ അഭാവം പലപ്പോഴും ചർച്ചയാവുകയും ചെയ്തു. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വീണ്ടും പിണറായി വിജയന്റെ പേര് ഉയർത്തിക്കാട്ടുന്നതിന് പിന്നിൽ കരുത്തും ജനസമ്മതിയുമുള്ള മറ്റൊരു നേതാവില്ലാതെ പോയതാണ് എന്നുപോലും ചിത്രീകരിക്കപ്പെട്ടു. കണ്ണൂർ നിയമനങ്ങളെ ചൊല്ലി സംസ്ഥാന സമ്മേളന വേദിയിൽ പോലും പാർട്ടി സെക്രട്ടറി പ്രതിസ്ഥാനത്ത് നിർത്തപ്പെട്ടു. വിമർശനങ്ങളെ ഉൾക്കൊണ്ട് ഇനിയും പാർട്ടിയെ മുന്നോട്ട് തന്നെ നയിക്കുമെന്ന് ആവർത്തിച്ചു പറയുന്ന എം.വി. ഗോവിന്ദന്റെ ആത്മവിശ്വാസത്തിന് പിന്നിൽ മുഖ്യമന്ത്രി നൽകുന്ന പിന്തുണ അത്രത്തോളമുണ്ട്. അതേസമയം പ്രാദേശികമായുള്ള ചേരിപ്പോരിനപ്പുറം നേതൃത്വത്തിനിടയിൽ വിഭാഗീയതയൊന്നുമില്ലാതെ പാർട്ടിയെ ഇനിയും കരുത്തോടെ മുന്നോട്ട് നയിക്കാൻ എം.വി. ഗോവിന്ദൻ എന്ന കണ്ണൂരിലെ സഖാവിന് കഴിയുമെന്ന് തന്നെ കരുതാം. അമൃത ന്യൂസ്, കൊല്ലം.